ഞങ്ങളുമുണ്ട് കൂടെ. വയനാടിന് പിന്തുണയുമായി കുടുംബശ്രീ. കോട്ടയം ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് 1.24 കോടി രൂപ. വയനാട് ഒറ്റപ്പെടില്ല, ഞങ്ങളുമുണ്ട് കൂടെ എന്നുറക്കെ പ്രഖ്യാപിച്ച് കോട്ടയം ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് 1.24 കോടി രൂപയാണ്. ജില്ലയിലെ 78 CDS മുഖേന അയൽക്കൂട്ട അംഗങ്ങൾ, ജീവനക്കാർ, സഹസംവിധാനങ്ങൾ എന്നിവരിൽ നിന്നാണ് ഇത്രയും തുക സമാഹരിച്ചത്. ഉരുൾപൊട്ടലിൽ സർവനാശം സംഭവിച്ച വയനാട് ചൂരൽമല, മുണ്ടക്കൈ നിവാസികൾക്ക് കൈത്താങ്ങാകാനാണ് ഞങ്ങളുമുണ്ട് കൂടെ ക്യാമ്പയിൻ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിക്കുന്നതിനായി സമാഹരിച്ച ഈ തുകയ്ക്കുള്ള ചെക്ക് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ ഭാരവാഹികളിൽ നിന്നും മന്ത്രി VN വാസവൻ ഏറ്റുവാങ്ങി. സമാനതകളില്ലാത്ത ഒരു ദുരന്തം പെയ്തിറങ്ങിയ ദിനം ജൂലൈ 30. എന്റെയും നിങ്ങളുടെ ഓർമ്മയിൽ നമ്മുടെ രാജ്യത്തെവിടെ ഇത്തരം ഒരു ദുരന്തം ഉണ്ടായതായി നമുക്കറിയില്ല. സമാനതകളില്ലാത്ത സംഭവം വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കുന്നുകളും മലകളും ചെരുവോരങ്ങളും എല്ലാം നിറഞ്ഞ പ്രദേശം. ഏതാണ്ട് 3 പ്രദേശങ്ങളിലാണ് മേപ്പാടി പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ പുലർച്ചെ 1 മണിയോടുകൂടി ആദ്യത്തെ പൊട്ടൽ മുണ്ടക്കൈ പ്രദേശത്താണ്. ഈ 3 പ്രദേശവും ഒരു പഞ്ചായത്തിന്റെ 3 വാർഡുകളാണ്. യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഉയർന്ന മലമുകളിൽ നിന്നാണെങ്കിലും ഒലിച്ചുപോയ ഭവനങ്ങളും മറ്റ് നിരവധി കെട്ടിടങ്ങളും വൃക്ഷങ്ങളുമെല്ലാം താഴ്വാര പ്രദേശത്തുണ്ടായിരുന്ന സമതലങ്ങളിൽ. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലയിലെ കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർ, ജില്ലാ മിഷൻ ഭാരവാഹികൾ, CDS അക്കൗണ്ടന്റുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഓഗസ്റ്റ് 29 പ്രകടനവും ധർണയും നടത്തുന്നു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുകിട ഉൽപ്പാദകർ ചെയ്തു വച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ സഹകരണ സംഘങ്ങളിലും അവരുടെ ഫാക്ടറികളിലും സ്റ്റോക്കായിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കയർ കോർപ്പറേഷനിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കൊടുത്താൽ യഥാസമയം അതിൻ്റെ വില കിട്ടുന്നില്ല. ഇപ്പോഴെല്ലാ സംഘങ്ങളും കൂടി ഏതാണ്ട് 20 കോടി രൂപ കയർ കോർപ്പറേഷൻ നൽകുകയാണ്. കയർ വെട്ടിൽ ഈ പ്രതിസന്ധിയിലും എന്തെങ്കിലും ഉൽപ്പാദനം നടത്തുന്നതിന് ആവശ്യമായ കയർ ലഭിക്കാത്ത സാഹചര്യമാണ് എന്നുള്ളത്. ഈ നാനാവിധമായ പ്രതിസന്ധികളിലാണ് ഇന്ന് ഈ മേഖല നേരിടുന്നത്. ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധിയിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തി, ഗവൺമെൻറ്റിനെയും എല്ലാവരെയും ബോധ്യപ്പെടുത്തി പരമ്പരാഗതമായ ഈ വ്യവസായ മേഖലയിൽ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ്റിൻ്റെ സമീപനം തന്നെ ഈ പരമ്പരാഗതമായ വ്യവസായങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നയം സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൽ നിന്നും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ട നടപടി അടിയന്തരമായി ഉണ്ടാകണം. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക, ഉൽപ്പാദന ചെലവിനനുസരണമായി ഉൽപ്പന്ന വില പുതുക്കി തീരുമാനിക്കുക, ഉൽപ്പാദന മേഖലയ്ക്ക് ആവശ്യമായ കയർ റണ്ണേജ് അനുസരിച്ച് കയർ ഫുഡ് നൽകുക, സഹകരണ സംഘങ്ങൾക്ക് കയർ കോർപ്പറേഷൻ നൽകുവാനുള്ള ഉൽപ്പന്നങ്ങളുടെ വില പൂർണ്ണമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ ഭാരവാഹികളായ MP പവിത്രൻ, D സനൽകുമാർ, KV സതീശൻ, NV തമ്പി, PP ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടികജാതി ജനവിഭാഗം അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സാധ്യമാക്കുമെന്ന് കുട്ടനാട് MLA തോമസ് K. തോമസ്. കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ കനകാശ്ശേരി നഗറിൽ അനുവദിച്ച അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. നിർദ്ദേശം അനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മെയിൻ കൽക്കട്ടാണ് വേണ്ടത്, അതല്ലേ കുടിവെള്ളം, അതിനോടനുബന്ധിച്ച് ഈ മാലിന്യ സംസ്കരണം, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതെല്ലാം ഈ ഇതിനകത്തോട്ട് ഇടയ്ക്കോട്ട് വലിച്ചെറിയുന്ന ഒരു വ്യത്യാസം വരുന്നത്. അതുകൂടാതെ പല വീടുകളിലെയും മെയിൻ്റനൻസ് നടത്തണം, ഒരു മെയിൻ കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഒരു കൂടിയ നീക്കത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ആൾക്കാരാണല്ലോ അവിടെ ഇരിക്കുന്നത്, നമുക്ക് അതിനുള്ളൊരു മാർഗം ഉണ്ടാക്കാം.
42 പട്ടികജാതി കുടുംബങ്ങൾ ഉൾപ്പെട്ട കനകാശ്ശേരിയിൽ 1 കോടി രൂപ വിനിയോഗിച്ച് വീടുകളുടെ അറ്റകുറ്റപ്പണികൾ, റോഡ്, വഴിവിളക്കുകൾ, ജലസംഭരണിയുടെ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തികളാണ് പദ്ധതി പ്രകാരം നടപ്പാക്കുക. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം മധു സി കുളങ്ങര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലീന കുട്ടി, ശാലിനി, ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ സുജ കെ, എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കനകാശ്ശേരി നഗറിലെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ നടപ്പാക്കുക. സ്കൂളുകളിൽ സ്ഥാപിക്കുന്ന ജല ഗുണനിലവാര പരിശോധനാ ലാബിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം കുമരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. ജലജന്യ രോഗവുമായി ബന്ധപ്പെട്ട പ്രതിരോധം തീർക്കാൻ ഇത്തരം ലാബുകൾക്ക് സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി VN വാസവൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് വരികയാണ്. അതിന്റെ കോട്ടയം ജില്ലയിലെ ജില്ലാതല ഉദ്ഘാടനമാണ് കുമരകം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളുടെ നാമത്തിലാണ് നമ്മുടെ ജില്ലയിലെ ആദ്യത്തെ പരിശോധന നടത്തുക. ഇവിടെ കെമിസ്ട്രിയിലാണ് നിങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. വെള്ളം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറയാമോ കുട്ടികൾക്ക്? വെള്ളം എങ്ങനെയാണ് ഉണ്ടാവുക? ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോഴാണ് വെള്ളം ഉണ്ടാവുക. ആ വെള്ളം ഏറ്റവും ശുദ്ധമായി സുരക്ഷിതമായി ഉപയോഗത്തിരുമത്തിൽ നിലനിർത്തുക എന്നുള്ളത് മനുഷ്യ വംശത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അനിവാര്യമായ ഘടകമാണ്. അതെങ്ങനെ സാധിക്കും? ഇപ്പം നമ്മുടെ ഈ വെള്ളത്തിൽ കുമരകത്ത് തന്നെ വേമ്പനാട് കായലുണ്ട്. ആ വെള്ളം പരിശോധിക്കുമ്പോൾ ആ വെള്ളത്തിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് 2000-ന് മുകളിലാണെന്നാണ് പറയുന്നത്. ജില്ലയിലെ സ്കൂളുകളിൽ അധിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും കുട്ടികൾക്കും അധ്യാപകർക്കും മതിയായ പരിശീലനം നൽകിക്കൊണ്ടുമാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി മേരി ക്വീൻസ് ഹോസ്പിറ്റലിന് ഹരിത സ്ഥാപനം സർട്ടിഫിക്കറ്റ് വിതരണവും ഇതേ ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷയായിരുന്നു. നവകേരളം കർമ്മ പദ്ധതി 2ന്റെ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു, ജില്ലാ പഞ്ചായത്ത് അംഗം PR അനുപമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഘ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനം കുടിവെള്ളത്തിന് പ്രധാനമായും ആശ്രയിക്കുന്നത് കിണറുകളെയാണ്. ഇത്തരം ജലസ്രോതസ്സുകൾ അനുദിനം മലിനമാകുന്നുണ്ട്. മലിനജലമാണ് ജലജന്യ രോഗങ്ങളുടെ മുഖ്യ കാരണവും. നിലവിൽ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമാണ് ജല ഗുണനിലവാര പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്ത് 60 ലക്ഷത്തിലധികം വരുന്ന കിണറുകളിലെ ജലം പരിശോധിച്ച് ഗുണനിലവാരം നിശ്ചയിക്കാൻ ഇത് പര്യാപ്തമല്ല. ഇതിന് പരിഹാരമായാണ് ഹരിത കേരള മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജല ഗുണനിലവാര പരിശോധനാ ലാബുകൾ ആരംഭിച്ചത്. ജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി 70 ജല ഗുണനിലവാര പരിശോധനാ ലാബുകളാണ് സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 30 ലാബുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുട്ടനാട് നിയമസഭാ സീറ്റ് കേരള കോൺഗ്രസിന്റേതാണെന്നും അത് മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്നും പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനോട് പ്രതികരിക്കുകയായിരുന്നു ജേക്കബ് എബ്രഹാം. കുട്ടനാട് നിയമസഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച ചേർന്ന കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ പ്രമേയം പാസാക്കിയിരുന്നു. ഇത് KCB ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനോടും ഇത് സംബന്ധിച്ച് വന്ന വാർത്തയോടും KCB ന്യൂസ് പ്രതിനിധിയോട് പ്രതികരിക്കുമ്പോഴായിരുന്നു അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം തന്റെ അഭിപ്രായം തുറന്നടിച്ചത്. കുട്ടനാട് അസംബ്ലി സീറ്റ് ഏറ്റെടുക്കണമെന്ന രീതിയിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രസ്താവന വരികയുണ്ടായി. സീറ്റ് ആവശ്യപ്പെടുവാനുള്ള കോൺഗ്രസിൻ്റെ അവകാശത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അതിനെ മാനിക്കുകയും ചെയ്തു. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ആർക്കും വിട്ടുകൊടുക്കുകയില്ല. കാരണം 1964 കേരള കോൺഗ്രസ് രൂപം കൊണ്ട അന്ന് മുതൽ അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കുട്ടനാട് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച കേരള കോൺഗ്രസ് പാർട്ടിയാണ്. 1965 ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ, എല്ലാ പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കേരള കോൺഗ്രസ് പാർട്ടി വിജയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ 2 തവണയും കേരള കോൺഗ്രസ് ഇവിടെ തോറ്റുപോയെന്നാണ് പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ ജയിച്ചിട്ടുള്ള ഏക സ്ഥാനാർത്ഥി UDFന്റെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല മാത്രമാണ്. ബാക്കി 8 സ്ഥാനാർത്ഥികൾ തോൽക്കുകയുണ്ടായി. ആ 8 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിന് തോറ്റത് കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായ ഞാനാണ്.
മറ്റിടത്ത് ചെങ്ങന്നൂരൊക്കെ 10-35,000 വോട്ടിന് 10-20,000 വോട്ടിന് 10,000 വോട്ടിനൊക്കെ തോറ്റപ്പോഴത്തേക്ക് 5,000 താഴെ വോട്ടുകൾക്ക് ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിൽ തോറ്റ സീറ്റ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔചിത്യത്തെക്കുറിച്ച് ആലോചിച്ചു. 1964 കേരള കോൺഗ്രസ് രൂപപ്പെട്ടപ്പോൾ മുതൽ കുട്ടനാട് സീറ്റ് പാർട്ടിയുടേതായിരുന്നെന്ന് ജേക്കബ് എബ്രഹാം വ്യക്തമാക്കി. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആലപ്പുഴ ജില്ലയിൽ UDFന് ഒരു സീറ്റ് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂവെന്നും ജേക്കബ് എബ്രഹാം ചൂണ്ടിക്കാട്ടി. കുട്ടനാട് സീറ്റിലായിരുന്നു LDFന് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രവർത്തകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാതെ അടുത്തു വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി നിന്ന് മികച്ച വിജയം നേടാനുള്ള ശ്രമമാണ് ഏവരും നടത്തേണ്ടതെന്നും ജേക്കബ് എബ്രഹാം നിർദ്ദേശിച്ചു. അമ്പലപ്പുഴ നന്മ പുരുഷ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൈവാമൃതം പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 6-ാം വാർഡിൽ ആനക്കണ്ടത്തിലാണ് ജൈവകൃഷിക്ക് തുടക്കം കുറിച്ചത്. സാദിഖ് M മാക്കിയിൽ കൃഷിക്കായി വിട്ടുകൊടുത്ത 1 ഏക്കർ സ്ഥലത്താണ് നന്മയുടെ 11 അംഗ യുവാക്കൾ കൃഷി ചെയ്യുന്നത്. വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക്, പടവലം, പാവൽ എന്നിവയാണ് 50 സെന്റിൽ ആദ്യ കൃഷി ഇറക്കിയത്. ബാക്കി 50 സെന്റിൽ വാഴയും ഇടവിളയായി ചേനയും കൃഷി ചെയ്യുകയാണ് ലക്ഷ്യം. ചുറ്റിനുമുള്ള നീർച്ചാലുകൾ മത്സ്യകൃഷിക്കായും ഒരുക്കിയെടുക്കും. പ്രത്യേക PVC പൈപ്പുകൾ വഴി ജലസേചന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പച്ചക്കറി തൈ നട്ട് H. സലാം MLA കൃഷി ഉദ്ഘാടനം ചെയ്തു. പരിശ്രമിച്ചാൽ പച്ചക്കറി ഉൽപാദനത്തിൽ കേരളം സ്വയം പര്യാപ്തമാകും. മലയാളിക്ക് ആവശ്യമായ പച്ചക്കറി കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. തമിഴ്നാട് പോലെയുള്ള മറ്റ് സംസ്ഥാനത്ത് പോയി വിഷം നിറഞ്ഞ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരാതെ നമുക്ക് ആവശ്യമായി നമുക്കതിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ആ കാര്യത്തിലുണ്ട്. നെല്ലിൻ്റെ കാര്യത്തിൽ ഇല്ല. കാരണം നെല്ലിൻ്റെ കൃഷി ഇടത്തിൻ്റെ അളവ് കുറഞ്ഞു. അവശേഷിക്കും തരിശു ഭൂമി കൂടി കൃഷി ഇറക്കിയാലും നമുക്ക് മലയാളിക്ക് ആവശ്യമായ അരി അത്രയും നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള അളവിനിയില്ല. ഈ കൃഷിയുടെ താല്പര്യമുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കൂടുതൽ മെച്ചമായി കൊണ്ടുപോകുക എന്നുള്ള കാര്യം ഈ ഗ്രൂപ്പിലെ 12 പേരുടെ മാത്രം ഒരു കാര്യമായി അല്ലെങ്കിൽ അവിടെ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. നമ്മളത് ചെയ്താൽ അതിനേക്കാൾ ഒരു 100 ഇരട്ടി എഫക്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ചടങ്ങിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി. പുന്നപ്ര കൃഷി ഓഫീസർ നീരജ, പഞ്ചായത്ത് അംഗം സുലഭ ഷാജി, സാദിഖ് M മാക്കിയിൽ, K. പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. PS മുജീബ്, ഷബീർ അലി, ഷാനു, അഷറഫ്, മുഹമ്മദ് കുഞ്ഞ് മാക്കിയിൽ, നൌഷാദ് എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി എത്തിച്ച GI പൈപ്പുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളും വെൽഡിംഗ് മെഷീനും മോഷണം പോയി. ഇത് സംബന്ധിച്ച് കരാറുകാരൻ സുധീഷ് പൊടിയാടി തൃക്കൊടിത്താനം പോലീസിൽ പരാതി നൽകി. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജോലികൾ ആരംഭിച്ച ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിനായി എത്തിച്ച സാധനങ്ങളാണ് മോഷണം പോയത്. ഓഡിറ്റോറിയത്തിന്റെ ജനാല ചില്ലുകളും തകർത്ത നിലയിലാണ്. ഏകദേശം 80,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കരാറുകാരൻ സുധീഷ് പറഞ്ഞു. തിങ്കളാഴ്ച വന്നപ്പോഴത്തേന് മെഷീനുകളെ ഇവിടെ പൈപ്പുകൾ മാക്സിമം 19-50 മേളിൽ രൂപയുടെ സാധനമാണ് ഇറക്കിയിരുന്നത് കൊണ്ടുപോയിരിക്കുന്നത്. അത് നമുക്ക് ഇവിടുന്ന് മോഷണമാണ് പോയേക്കുന്നത്. ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഇതൊന്നും കാണുന്നില്ല. പിന്നെ സ്കൂളിൻ്റെ ഇത് ഓഡിറ്റോറിയത്തിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം മോഷണം പോയി. അതാണ് നമുക്ക് ഇവിടെ അതിൻ്റേതായ ഇവിടെ മോഷണ ശ്രമങ്ങളൊക്കെ നടക്കുന്നതായിട്ടാണ് പൊതുവെ അറിയുന്നത്. സ്കൂൾ പരിസരത്ത് പുറത്തുള്ള ആൾക്കാർ ഞായറാഴ്ചകളിൽ ഇവിടെ എല്ലാം കയറി നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതേസമയം സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം പതിവാണെന്ന് പ്രിൻസിപ്പൽ A. സജീനയും പറയുന്നു. ഈ സാധനങ്ങൾ മോഷണം പോകുന്നത് അവധി ദിവസം ഞായറാഴ്ചയാണ്. ശനിയാഴ്ച ഞാൻ പോകുമ്പോഴും ഇവിടെ പണിക്കാരുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ വന്നപ്പോഴാണ് അവരവരുടെ സാധനങ്ങൾ മോഷണം പോയി എന്ന് അറിയിച്ചത്. അപ്പോൾ ഇവിടെ പൊതുവെ പുറത്തുനിന്നുള്ള ആൾക്കാർ സ്കൂൾ ടൈമിലല്ലാത്ത സമയത്ത് കയറുന്ന ശീലമുണ്ട്. കളിക്കാൻ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ആ കളിയുടെ മറവിലായിരിക്കും അവർ, പക്ഷേ മറ്റു ആൾക്കാർ വരുന്നുണ്ട്. ഓഡിറ്റോറിയത്തിനകത്താണെങ്കിലും ഒത്തിരി പേര് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു 6 മണി കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തേക്ക് ചെന്നാൽ അതിനകത്ത് നമുക്ക് ആൾക്കാരെ കാണാൻ സാധിക്കും. അവർ നമ്മൾ ചെല്ലുമ്പോൾ കളിക്കുന്നു എന്നുള്ള വ്യാജയിൽ അവിടെ നിൽക്കുന്നുണ്ട്. തൃക്കൊടിത്താനം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യ പരിസ്ഥിതി വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ അമ്പലപ്പുഴ കൃപയുടെ 15ാമത് വാർഷിക സംഗമം നടത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിന് ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു.
കൃപയിത സംഘടന നടത്തിയ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം വിലമതിക്കേണ്ടതാണ്. ഒരുപക്ഷെ കൃപ ഇതുവരെയൊക്കെ നടത്തിയ പ്രവർത്തനമില്ല അത് മാറ്റിവെച്ച് നോക്കിയാൽ, കൃപ ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. എത്ര പ്രാധാന്യം നമ്മുടെ പ്രദേശത്ത് ഞങ്ങളുടെ സംഘടനകളുണ്ട്, കൃപയ്ക്കുണ്ട് എന്നുള്ളത്. മനുഷ്യൻ ഏറ്റവും പ്രയാസമേറെ ജീവിക്കുന്ന കാലം ഘട്ടമെന്ന് പറഞ്ഞാൽ ലോകമൊന്നും പ്രയാസപ്പെടുന്നുണ്ട്. ഏറ്റവും ദുർബലപ്പെട്ട് ജീവിക്കുന്ന ഒരു സമയം അങ്ങനെയുള്ള സമയത്താണ്. ആ സമയത്ത് ഒരു മനുഷ്യന്റെ കൂടെ ചേരുക, അല്ലെ അവരെ സംരക്ഷിക്കാൻ നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ബോധം പ്രയാസമേറെ ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ പകരുക എന്നുള്ളത്. പുന്നപ്ര മാർ ഗ്രിഗോറിയസ് കോളേജ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ കൃപ പ്രസിഡന്റ് ഹംസ എ കുഴിവേലി അധ്യക്ഷനായി. കോഴിക്കോട് നിറവ് ഡയറക്ടർ ബാബു പറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ടി ജയശ്രീ ചികിത്സാ സഹായ വിതരണവും, ചാരിറ്റി പ്രവർത്തകൻ അമർ ഷാൻ പുതുവസ്ത്ര വിതരണവും, സാമൂഹ്യ പ്രവർത്തകൻ പി മധു ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, കണ്ണൂർ ടീം വിശുദ്ധി പ്രവർത്തകൻ ടി പി ലക്ഷ്മണൻ, ദർശനം പത്രാധിപർ ഡോക്ടർ പി രാധാകൃഷ്ണൻ, കൃപ വൈസ് പ്രസിഡന്റ് ലതാകുമാരി, ട്രഷറർ അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല എന്നിവർ സംസാരിച്ചു. ഗുരുപൂജ അവാർഡ് ജേതാവ് പുന്നപ്ര ജ്യോതികുമാറിന്റെ പാട്ടും പറച്ചിലും, പരിസ്ഥിതി പ്രവർത്തകൻ വി ഉപേന്ദ്രൻ നയിച്ച ഫാമിലി പരിസ്ഥിതി ക്യൂസ്, ഗോപകുമാർ പുന്നപ്രയുടെ അക്ഷരാർച്ചന, ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനം എന്നിവയും നടത്തി. വയനാട് ദുരന്തത്തിൽ പാർപ്പിടവും ഭൂമിയും നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയുടെ നഴ്സിംഗ് പഠനത്തിന് കൈത്താങ്ങായി എടത്വ ടൗൺ ലയൺസ് ക്ലബ്ബ്. മേപ്പാടി സ്വദേശിയായ അശ്വിന്റെ നഴ്സിംഗ് പഠനമെന്ന സ്വപ്നമാണ് സുമനസ്സുകളുടെ കരുതലിൽ യാഥാർത്ഥ്യമാകുന്നത്. വയനാട് പ്രകൃതി ദുരന്തത്തിൽ വീടും പണവുമെല്ലാം നഷ്ടപ്പെട്ട അശ്വിൻ നഴ്സിംഗ് പഠനം അസാധ്യമെന്ന് കരുതി നിരാശയിൽ കഴിയുമ്പോഴാണ് സുമനസ്സുകൾ കൈത്താങ്ങായി എത്തിയത്. സബിത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീസ് പൂർണ്ണമായും ഇളവ് ചെയ്തു. താമസ സൗകര്യത്തിനും ഭക്ഷണത്തിനും മറ്റ് ചെലവുകൾക്കുമായുള്ള തുക എടത്വ ടൗൺ ലയൺസ് ക്ലബ്ബും HRCയും ചേർന്ന് നൽകും. തലവടി സൗഹൃദ നഗറിലെ വാലയിൽ ബറാഖ ഭവനിൽ നടന്ന ചടങ്ങിൽ ഇത് സംബന്ധിച്ച് കോളേജ് അധികൃതരുമായി ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ ഭാരവാഹികൾ ധാരണാപത്രങ്ങൾ കൈമാറി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് വുമൻസ് വിംഗ് പ്രസിഡന്റ് പ്രമീള ഭാസ്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. तो उन्होंने मुझे बताया कि वायनाड में जो प्रॉब्लम्स आई थी, जो उन्होंने मुझे सब समझाया, तो मुझे लगा कि हाँ इनके लिए कुछ करना चाहिए. तो मेरे मन ने कहा कि ठीक है इनके लिए कुछ करना चाहिए. तो मैंने लेकिन वैभव भैया से मैंने कहा कि ठीक है हमें इनके लिए कुछ करना चाहिए, मैं एडमिशन के लिए जो कर सकते हैं हमें हेल्प करना चाहिए. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ പ്രസിഡന്റ് ബിൽബി മാത്യു കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, സബിത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ PRO ബനോജ് മാത്യു, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് മൈനോറിറ്റി സെൽ പ്രസിഡന്റ് സുനു ഇഞ്ചക്കലേത്ത്, ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് പത്തനംതിട്ട ജില്ലാ ഡയറക്ടർ ലിതൻ മാത്യു, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. സേവ് വയനാട് പ്രൊജക്ടിന് രഞ്ജു എബ്രഹാം കല്ലുപുരയ്ക്കൽ ആദ്യ സംഭാവന നൽകി. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ചങ്ങനാശ്ശേരി പെരുന്ന മൈത്രി റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ 35,000 രൂപ സമാഹരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി രമേശ് കുമാർ, തഹസിൽദാർ നിജു കുര്യന് തുക കൈമാറി. അസോസിയേഷൻ ട്രഷറർ അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ഷിബു ജോസഫ്, ജോയിന്റ് സെക്രട്ടറി സുധർമ്മകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ TP അജിമോൻ, ജയമോൻ K രാജപ്പൻ, ലാലുമോൻ ജോസഫ്, സജി ബേബി, CMDRF വിഭാഗം ക്ലർക്ക് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ തുക കൈമാറിയ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ മദർ തെരേസയുടെ 114ാമത് ജന്മദിനം ആഘോഷിച്ചു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ആരംഭിച്ച ആഘോഷ പരിപാടികൾ AKCC ഡയറക്ടർ ഫാദർ ലിബിൻ തുണ്ടുകളം ഉദ്ഘാടനം ചെയ്തു. ആ അമ്മയുടെ അനുസ്മരണം കൊണ്ടും അമ്മയുടെ വിശുദ്ധി കൊണ്ടൊക്കെ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ മഠവും അതോടൊപ്പം തന്നെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളും ഉണ്ട്. കത്തോലിക്ക സഭ ചെയ്യുന്ന വലിയ ശുശ്രൂഷയുടെ ഭാഗമാണ് ഈ ശുശ്രൂഷ മേഖല. പ്രത്യേകിച്ച് മദർ തെരേസയിലൂടെ ഊന്നിക്കിട്ടിയ വലിയ ചൈതന്യം ആ സമയങ്ങളിൽ ഒത്തിരിയേറെ മിഷണറിമാർ ലോകത്തിൽ ജന്മമെടുക്കുകയാണ്. പ്രത്യേകിച്ച് അൽമായ സഹോദരങ്ങളും ഉൾപ്പെടെ ഇങ്ങനെയുള്ള ശുശ്രൂഷ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിച്ചത് ഈ മദർ തെരേസയാണ്. മദർ തെരേസയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം വൈദികര്, സന്യസ്തര്, അതോടൊപ്പം അൽമായ പ്രേക്ഷകർ
ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ശുശ്രൂഷകൾ ചെയ്ത് കടന്നു പോകുന്നു. സമ്മേളനത്തിൽ AKCC പ്രസിഡന്റ് കുഞ്ഞുമോൻ തൂമ്പുങ്കൽ അധ്യക്ഷനായി. ഗ്ലോബൽ സെക്രട്ടറി ടോമിച്ചൻ അയ്യരുകുളങ്ങര, അതിരൂപത സെക്രട്ടറിമാരായ KS ആന്റണി, സൈബി അക്കര, ഗ്ലോബൽ കമ്മിറ്റി അംഗം ബാബു വള്ളപ്പുര, സിസ്റ്റർ ലിനറ്റ് FCC, KP മാത്യു, ഔസേപ്പച്ചൻ ചെറുകാട് തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാറിൽ കഴിഞ്ഞ ദിവസം നടന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര വർണ്ണാഭമായി. നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഇതിഹാസ കഥാപാത്രങ്ങളും ശോഭയാത്രയിൽ അണിനിരന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെട്ട ഗോകുല ശോഭായാത്രകൾ കുട്ടമ്പേരൂർ കൊറ്റാർക്കാവ് ദേവീക്ഷേത്ര പരിസരത്ത് സംഗമിച്ച ശേഷം മഹാശോഭയാത്രയായി സ്റ്റോർ ജംഗ്ഷൻ, കുറ്റിയിൽ ജംഗ്ഷൻ, തൃക്കുരട്ടി ക്ഷേത്ര ജംഗ്ഷൻ വഴി മാന്നാർ ടൗണിലെത്തിയ ശേഷം തിരികെ മേമഠം ക്ഷേത്രത്തിൽ സമാപിച്ചു. മാന്നാറിലെ വിവിധ പ്രദേശങ്ങളിലെ 10-ലധികം ബാലഗോകുലങ്ങളാണ് ശോഭായാത്രയിൽ പങ്കെടുത്തത്. ആഘോഷ് പ്രമുഖ് PS നന്ദകിഷോർ, സഹ ആഘോഷ് പ്രമുഖരായ R വിഷ്ണു, കാർത്തിക് എന്നിവർ നേതൃത്വം നൽകി. ചെന്നിത്തല വലിയ പെരുമ്പുഴ പള്ളിയോടക്കടവ്, കാരാഴ്മ ദുർഗാദേവി ക്ഷേത്രം, കുട്ടമ്പേരൂർ താന്നിക്കൽ അന്നപൂർണേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിലും ശോഭായാത്ര നടന്നു. സാധനം വാങ്ങുന്നതിനായി കടയിലെത്തിയ 14 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. കടയുടമയെ പോക്സോ വകുപ്പ് ചുമത്തി മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാന്നാർ സ്റ്റോർ ജംഗ്ഷന് സമീപം കട നടത്തിവന്ന ബുധനൂർ ശ്രീനിലയത്തിൽ ശ്രീകുമാറിനെയാണ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച ട്യൂഷൻ കഴിഞ്ഞ കടയിൽ സാധനം വാങ്ങാനെത്തിയ പെൺകുട്ടിയെ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി സംഭവം വീട്ടിൽ ചെന്നറിയിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ A അനീഷിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഗിരീഷ്, സുദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സാജിദ്, ഹരിപ്രസാദ്, വനിതാ സിവിൽ പോലീസ് ഓഫീസർ രജിത എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആലപ്പുഴ ജില്ലയിലും പുറത്തും ഇതിനു മുൻപ് പല ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടയാളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.